Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് മുൻഗണന നൽകുന്നതിനെതിരെ ചെർപ്പളശ്ശേരി നഗരസഭാ കൗൺസിലിൽ ആക്ഷേപം. ജനങ്ങൾ കാലങ്ങളായി വാർഡ് സഭകളിലും നഗരസഭയിലും നേരിട്ട് നൽകിയ പരാതികൾ പരിഹരിക്കാതെ നിലനിൽക്കുമ്പോൾ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് മുൻഗണന നൽകുന്നത് ശരിയായ നടപടിയല്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. നഗരത്തിലെ വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിക്കാനും കൗൺസിലിൽ തീരുമാനിച്ചു. നവകേരള സദസ്സിൽ ചെർപ്പളശ്ശേരി നഗരസഭയുമായി ലഭിച്ച അപേക്ഷകളിന്മേൽ അടിയന്തര നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിന്മേൽ നടന്ന ചർച്ചയിലാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആക്ഷേപമുന്നയിച്ചത്. കാലങ്ങളായി ജനങ്ങൾ വാർഡ് സഭകളിൽ അപേക്ഷ സമർപ്പിച്ച് നിരവധി തവണ നഗരസഭയിൽ കയറിയിറങ്ങിയിട്ടും നടപടിയാവാത്ത ഫയലുകൾ ബാക്കി നിൽക്കെ നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷകൾക്ക് മുൻഗണന നൽകുന്നത് ശരിയായ നടപടിയല്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആക്ഷേപിച്ചു. എല്ലാ അപേക്ഷകളും ഒരേ പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്നും കൗൺസിലർമാർ പറഞ്ഞു. എന്തിനാ അങ്ങനെ ഒരു ജനകീയ ജനാധിപത്യ സമ്പ്രദായത്തിനകത്ത് ഗവൺമെന്റിന് നിർദ്ദേശിക്കേണ്ട എന്ന് ഞാൻ പറയില്ല. ഗവൺമെന്റിന് കിട്ടിയ പരാതികൾ നമ്മളെ എപ്പോഴും നിർദ്ദേശിക്കാനും നമ്മളെ ഉപദേശിക്കാനും ഒക്കെ ഭരിക്കുന്ന ഗവൺമെന്റിന് അവകാശമുണ്ട്. പക്ഷെ അത് നമ്മളുടെ കൗൺസിലിൽ എടുത്ത തീരുമാനങ്ങൾ നമ്മൾ പറഞ്ഞ റോഡുകളൊക്കെ വാട്സപ്പ് പറഞ്ഞ റോഡൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ മുൻപ് അപേക്ഷിച്ച് തീർച്ചയായും കൊടുക്കാം എന്ന് പറഞ്ഞ വീടുകളൊക്കെ അവിടെ നിൽക്കട്ടെ, സ്ഥലമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ വന്ന കടലാസുകൾ മാത്രമാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക എന്ന് പറയുന്നതിൽ ഒരു തിരുത്ത് വേണം. നമുക്ക് നിലവിൽ നമ്മുടെ മുന്നിലുള്ള ഫയലുകളിൽ മാന്യമായ തീർപ്പുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് വർഷങ്ങളായിട്ട് വീട്ടുകാണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ, അർഹരായിട്ടുള്ള ആളുകൾ, നടത്തിയ നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്ത ആളുകളൊക്കെ തന്നെ ഈ പട്ടികയിൽ അപേക്ഷ കൊടുക്കാത്ത ആളുകളാണ്. നേരത്തെ അപേക്ഷ കൊടുത്ത ആളുകളൊക്കെ ഒരു വിശ്വാസം, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു വീട് ലഭിക്കും എന്നൊരു പ്രതീക്ഷയോട് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ വാടക വീടുകളിലും മറ്റു സ്ഥലങ്ങളിലും കുടുംബ വീടുകളിൽ തിങ്ങിപ്പാർക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പോൾ കിട്ടിയ അപേക്ഷകൾ പരിഗണിക്കണ്ട എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് അവരെയും കൂടി അവരുടെ പരിഗണിക്കേണ്ട ആളുകൾ അവര് PMAY പ്രകാരം അപേക്ഷ കൊടുത്ത് അവരെയും കൂടി ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ നേരത്തെ കൊടുത്ത ആളുകളുടെ പ്രയോറിറ്റി മറികടക്കുന്നതിൽ നമ്മൾ ആ ആളുകളോട് ചെയ്യുന്ന തെറ്റാണ്, അവരോട് ചെയ്യുന്ന പാവമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീടിന്റെ അപേക്ഷയോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയിൽ തന്ന PMAY അപേക്ഷകളും കൂടെ പരിഗണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പല ആളുകളും ഇപ്പോഴും അപേക്ഷ തന്ന ഇന്നേ വരെ ഒരു ഗഡു പോലും കിട്ടാത്ത, എഗ്രിമെന്റ് വെച്ച് ഇത്രയും മാസങ്ങളായിട്ടും ഒരു ഗഡു പോലും കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. അവരെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നവകേരള സദസ്സിൽ വന്ന പരാതികളും പരിഗണിക്കണം. പക്ഷെ ഇവിടെ വാർഡ് സഭ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയുള്ളതാണ്. എല്ലാവരുടെയും ഈ പരാതികളും എല്ലാ അപേക്ഷകളും ഒക്കെ സ്വീകരിക്കാനും പറയാനും വേണ്ടി തന്നെ 3 മാസം കൂടുമ്പോൾ നമ്മൾ വാർഡ് സഭ വെക്കുന്നുണ്ടല്ലോ. അല്ലാതെ ഇനിയിപ്പോൾ ഒരു നവകേരള സദസ്സ് ഇനി വരുമ്പോഴാണ് ഇനി ബാക്കിയുള്ള ഒരു പരാതി പറയാൻ കൊണ്ട് ഈ നവകേരള സദസ്സിൽ പറഞ്ഞ് മാത്രമേ പരിഗണിക്കുള്ളൂ. ഈ നവകേരള സദസ്സ് വർഷത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 3 മാസം മുന്ന സമയത്ത് ഈ പരാതികൾക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ വാർഡ് സഭ കൂടുന്നത്. അതിന് വന്ന പരാതികൾ ആദ്യം പരിഗണിക്കണം തന്നെയാണ് പറയാൻ. നവകേരള സദസ്സ് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയാണെന്നും സർക്കാർ തലത്തിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത പരിപാടിയിൽ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ സമർപ്പിച്ച അപേക്ഷകൾ അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ പരിഗണിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. മറ്റു അപേക്ഷകൾ പരിഗണിക്കുന്നതിന് ഇത് തടസ്സമാകില്ലെന്നും ചെയർമാൻ പറഞ്ഞു. അവർക്ക് ഒരു പ്രതീക്ഷയോടുകൂടി ഒരു ഗവൺമെന്റിൽ കൊടുത്ത അപേക്ഷ അല്ല, വെറുതെ കണ്ടില്ല. ഒരു പ്രതീക്ഷയോടുകൂടി മുഖ്യമന്ത്രി മന്ത്രിമാരും എന്നോടത്ത് ഒരു കൊടുത്ത അപേക്ഷയെ അതിൻ്റെ ഗൗരവം തന്നെ കാണും ഈ ഭരണസമിതി തർക്കമില്ല. അല്ലാതെ അതിനെ മറ്റൊന്നും പരിഗണിക്കില്ല എന്നവിടെ അർത്ഥമില്ല. മറ്റ് ഇവിടെ നഗരസഭയിൽ നിൽക്കുന്ന വോളണ്ടിയറൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് മാത്രമായി ഒരു DPR തയ്യാറാക്കാനും ആ DPRും ഈ അപേക്ഷകൾ പരിശോധിച്ച് ഗുണഭോക്തൃ പരിശോധിച്ച് ആ DPRന് പ്രത്യേക സഹായം സർക്കാർ വെച്ചാൽ നമുക്ക് സന്തോഷമായില്ലേ. അതിപ്പോൾ ആരെ ഇത് നവകേരള സദസ്സിൽ ഇതിപ്പോൾ അവർ രാഷ്ട്രീയം എന്താ അന്വേഷിക്കില്ല, അവർ വാടക അന്വേഷിക്കില്ല. ആളുകൾ വന്നു അവിടെ പരാതി കൊടുക്കേണ്ടതാണ്. ഇന്ത്യ ചെയ്തൊരു പരാതി ചിലത് ശരിയാവില്ല. നല്ല വീട്ടിലുള്ളവരും ഉണ്ടായിരുന്നില്ല, നല്ല വീടൊക്കെ ഉള്ളവരും അതിൽ ഒരു പരാതി ഒരു വീട് കൂടി ആയത് കിടന്നുണ്ടോ, ഒരു അപേക്ഷയെ കൊണ്ടു. അതുകൊണ്ട്
അതിനെ ആ ഗൗരവത്തിൽ കാണുക, അല്ലാതെ ഒന്നും ഒഴിവാക്കുക. പിന്നുള്ളത് നഗരത്തിലെ വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിക്കുന്നതിനും കൗൺസിലിൽ തീരുമാനമായി. നഗര നവീകരണം പൂർത്തിയാകുന്നതോടെ അനധികൃതമായി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്ന വഴിയോര കച്ചവടങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുമെന്നും നിശ്ചിത ഇടങ്ങളിൽ വഴിയോര കച്ചവടക്കാർക്ക് സൗകര്യമൊരുക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. റോഡ് പണിയാവുകൊണ്ട് നമുക്ക് ഇപ്പം എവിടെ എത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. അവർ നമ്മൾ ഈ പട്ടാമ്പി റോഡ് പണിയോട് കൂടി പൂരം കയറോട് കൂടി എന്താവും, അവിടുത്തെ റോഡിൽ കാര്യം കഴിയും. അത് റോഡിൽ അവിടെ ശ്രമപ്പെടുത്തി അവർക്ക് സ്ട്രീറ്റായിട്ട് 10, 25, 50 കച്ചവടക്കാർക്ക് ഒന്നിച്ചിരിക്കാവുന്ന സൗകര്യത്തിലുള്ള സ്ഥലം തയ്യാറാക്കി കൊടുക്കാനല്ലാതെ എല്ലാ റോഡ് സൈഡിലും ഒരു ലേശം ഗ്യാപ്പിട്ടിയാൽ അവിടെ ഇത് പൊന്തുന്ന ശീലം നമുക്ക് നിർത്തിയേ പറ്റൂ. അതിന് ഹെൽത്തിൻ്റെ ഭാഗത്ത് ശക്തമായ ഇടപെടൽ. വണ്ടി കാർഡ് കൊടുത്ത ആളുകൾ തൽക്കാലം എവിടെ ചരിക്കട്ടെ, കാർഡ് വാങ്ങിയ ആളുകൾ എവിടെ ചരിക്കട്ടെ, തൽക്കാലം നിൽക്കണ്ട. ബാക്കി അനധികൃതമായിട്ട് ഇപ്പോൾ ഓരോ ദിവസവും റോഡിൻ്റെ സൈഡ് കാണുന്നതോടെയുള്ള കച്ചവട പണി അത് അനുവദിക്കാൻ പറ്റില്ല. മറ്റു കച്ചവടക്കാരോട് ജീവിക്കണ്ടേ, അത് കച്ചവടക്കാരും. വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനോടൊപ്പം നഗര നവീകരണത്തിലെ അശാസ്ത്രീയത കൂടി പരിഹരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ആവശ്യപ്പെട്ടു. പല സ്ഥലങ്ങളിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥലമുണ്ടായിട്ടും ഇത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും ഇസാഖ് ചൂണ്ടിക്കാട്ടി. എന്നാൽ നഗര നവീകരണവുമായി ബന്ധപ്പെട്ട ആക്ഷേപമുണ്ടെങ്കിൽ പൂർണ്ണമായും പരിഹരിക്കുമെന്നും ഇതിനായി MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നും ചെയർമാൻ പറഞ്ഞു. സപ്ലിമെൻ്ററി അജണ്ടകൾ ഉൾപ്പെടെ 28 അജണ്ടകൾ യോഗത്തിൽ ചർച്ച ചെയ്തു.